ശ്രേയകുട്ടി, നിനക്ക് നല്ലൊരാളെ കാണിച്ചു തരാം. ഞാൻ എൻ്റെ സംഗീത മുറ്റത്ത് വളരെ പുന്നാരിച്ച് ഓമനിച്ച് നട്ടിട്ടുള്ള ഒരു കൊച്ചു മുല്ലയാണ് എൻ്റെ പ്രിയപ്പെട്ട ശ്രേയക്കുട്ടി. ശ്രേയക്കുട്ടി JP ജംഗ്ഷനിൽ വന്ന് അവിടെ ഇരിക്കുന്നത് എനിക്കറിയാം. കുറുമ്പിക്കുട്ടി അവിടെ ഇങ്ങനെ കുറുമ്പുമായിട്ടിരിക്കുന്നത് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഒരുപക്ഷെ ഈശ്വരനെ എങ്ങനെയാണ് നമ്മൾ നേരിൽ കാണുന്നത് എന്ന് ഞാൻ വിചാരിക്കുമ്പോൾ മിക്കവാറും കുഞ്ഞുങ്ങളുടെ പാട്ടിലാണ്, അവരുടെ സംഗീതത്തിലാണെന്ന് ഞാൻ വിശ്വസിക്കാറുണ്ട്. ശ്രേയക്കുട്ടി പാടുമ്പോഴൊക്കെ ഞാൻ ഈശ്വരനെ കാണാറുണ്ട്. എൻ്റെ പാട്ടായിട്ടുള്ള ലാലി ലാലി അല്ലെങ്കിൽ അല്ലാതെയുള്ള പാട്ടുകളിലൊക്കെ നെറ്റിയിൽ പൂവുള്ള സ്വർണ്ണച്ചിറകുള്ള പക്ഷി എന്നുള്ള പാട്ട് ഈ സമയത്ത് ശ്രേയക്കുട്ടി പാടി കേൾക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പ്രത്യേകിച്ചും ആ അനുപല്ലവിയുടെ അവസാനമുള്ള പക്ഷി നെറ്റിയിൽ പൂവുള്ള എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് പാടിയിരിക്കുന്നത്. അതുപോലെ ഇപ്പോൾ അമർ അക്ബർ ആൻ്റണിയിലെ പാട്ട് എനിക്ക് വളരെ ഇഷ്ടമുള്ള പാട്ടാണ്, ബ്യൂട്ടിഫുൾ സോങ് ആണ്. അത് ശ്രേയക്കുട്ടി എത്ര നന്നായിട്ടാണ് പാടിയിരിക്കുന്നത്. അപ്പോൾ ശ്രേയക്കുട്ടിക്ക് എല്ലാ ബ്ലെസ്സിങ്സും എല്ലാ സമയത്തും, അങ്കിളിൻ്റെ ബ്ലെസ്സിങ്സ് എപ്പോഴും ഉണ്ട്, അതിൻ്റെ കൂടെ ഈശ്വരൻ്റെ ബ്ലെസ്സിങ്സ് എപ്പോഴും ഉണ്ടാവട്ടെ എന്ന് അങ്കിൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഈ അവസരം. വലിയൊരു സംഗീത സംവിധായകനാണ് ശ്രേയക്കുട്ടിയെ കുറിച്ച് പറയുന്നത്. ശ്രേയക്കുട്ടി പാടുമ്പോൾ ഈശ്വരനെ കാണുന്ന പോലെയാണ്. ഒന്ന് പൊങ്ങിയ ചെറിയൊരു അഹങ്കാരം ഉണ്ടായ ഉണ്ടോ? ശ്രേയക്കുട്ടി